ഇഷ്ടപ്പെട്ട് എന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരാളെ ബാലതാരമായി എത്തി മലയാളി മനസ്സിൽ ഇടം നേടിയ താരമാണ് മീനാക്ഷി അനൂപ്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന പ്രതിഭ. അഭിനേത്രി മാത്രമല്ല, അവതാരകയായും തിളങ്ങുന്ന മീനാക്ഷിക്കും എഴുത്തിലും താല്പര്യമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ചില ഗോസിപ്പുകൾ മീനാക്ഷിയുടെ വ്യക്തിജീവിതത്തിലുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് ടോപ്പ് സിംഗർ കണ്ടസ്റ്റന്റും ഗായകനുമായ കൗശികുമായി ചേർന്നുള്ളതാണ്. ഇടയ്ക്ക് കൗശികിനൊപ്പമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ താരം പങ്കിടാറുണ്ട്. ടോപ്പ് സിംഗറിൽ വെച്ച് തുടങ്ങിയ സൗഹൃദമാണ് ഇരുവരുടെയും. മീനാക്ഷി കൗശികിനെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രധാനമായും പ്രത്യക്ഷപ്പെടാറുള്ള ചോദ്യം ഇരുവരും പ്രണയത്തിലാണോ എന്നതാണ്. ഇപ്പോഴത്തെ ജെൻസി ജനറേഷനിലെ പ്രണയത്തെക്കുറിച്ചും താനുമായി ബന്ധപ്പെട്ടുള്ള റൂമറുകൾക്കും മറുപടി നൽകുകയാണ് താരം. ഐസ് ബ്രേക്ക് എൻ്റർടൈൻമെൻറ്റിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മീനാക്ഷി. എനിക്ക് എല്ലാ കാലത്തും പ്രണയം ഒന്നു തന്നെയാണ്. നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന ഇഷ്ടം പ്രണയം തന്നെയാണ്. അത് എല്ലാ കാലത്തും സർവൈവലിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരിൽ വന്നു ചേർന്നിരിക്കുന്ന വികാരം കൂടിയാണത്. എത്ര കാലം കഴിഞ്ഞാലും അത് നിന്നു പോകാനും പോകുന്നില്ല. എല്ലാ കാലത്തും ഒരു പുതിയ തലമുറയും ഒരു പഴയ തലമുറയുമുണ്ട്. നമ്മൾ വരും കാലത്തിൻ്റെ പഴയ തലമുറയാണ്. നമുക്ക് വളരെ മോഡേൺ എന്ന് തോന്നുന്നത് അടുത്ത തലമുറയ്ക്ക് വളരെ പഴഞ്ചനായി തോന്നും. സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് വിവാഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണയിച്ചോ അറേഞ്ച്ഡായോ വിവാഹം ചെയ്താലും അതിൽ ബുദ്ധിമുട്ട് തോന്നിയാലും മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ആ ബന്ധം തുടരുന്ന ആളുകൾ ഒരുപാട് പഴയ തലമുറയിലുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ ആളുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് വിവാഹമെന്നാൽ പാർട്ട്ണർഷിപ്പാണ്. അത് ജെൻസി വിഭാഗത്തിൽപ്പെടുന്നത് കൊണ്ടല്ല, കാലഘട്ടവും ആളുകളുടെ ചിന്താഗതിയും വ്യത്യസ്തമായതുകൊണ്ടാണ്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്ന അച്ഛനമ്മമാരുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷവതിയാണ്. എനിക്കിഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുപിടിക്കുന്ന ആളാകും എൻ്റെ ജീവിത പങ്കാളി. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതേയില്ല. 20 വയസ്സേ എനിക്കുള്ളൂ. 28 വയസ്സൊക്കെ ആയ ശേഷം അതേക്കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്നാണ് മീനാക്ഷി പറഞ്ഞത്. എന്നെയും കൗശികിനെയും ചേർത്ത് വന്നതെല്ലാം റൂമേഴ്സാണ്. അതൊക്കെ ഒരു രസമാണ്. റൂമേഴ്സ് മൈൻഡ് ചെയ്യുന്നവരുമുണ്ട്. എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാലത്തും റൂമേഴ്സ് ഉണ്ടാകും. നമ്മൾ കുറച്ചുപേർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെക്കുറിച്ച് റൂമേഴ്സ് പറയാറില്ലേ? അത്തരത്തിൽ ഇഷ്ടം പോലെ റൂമേഴ്സ് പറയുന്ന ആളാണ് ഞാനും. അതുകൊണ്ട് മറ്റുള്ളവർ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനാകില്ല. മീഡിയയിൽ റൂമേഴ്സ് വരുന്നത് റീച്ച് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അത്തരം റൂമറുകൾ ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ വരുന്ന റൂമറുകളെ ഒരു എൻ്റർടൈൻമെൻറ്റായി ഞാൻ കാണുകയാണ് ചെയ്യാറുള്ളത്. കമൻറ്റുകളും വിഷമിപ്പിക്കാറില്ല.